ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ തെളിവ് ശേഖരണത്തിലേക്ക് കടന്ന അന്വേഷണ സംഘം. യുവതിയുടെ മൊഴിപ്രകാരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം തെളിവ് ശേഖരിക്കും. യുവതി കൈമാറിയ ഡിജിറ്റൽ തെളിവുകളിൽ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കും. അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ ഖബറടക്കം മറ്റന്നാൾ. ഖബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ അത്തോളി കുനിയിൽക്കടവ് ജുമാ മസ്ജിദിൽ നടക്കും. ചൊവ്വാഴ്ച രാവിലെ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും കൊയിലാണ്ടി ടൗൺ ഹാളിലും പൊതുദർശനം. ഡിഡ്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ആശങ്ക അറിയിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകിയ ശേഷം തുടർ നീക്കം എന്ന നിലപാടിൽ പ്രത്യേക അന്വേഷണ സംഘം. A. പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യം ശേഷം തീരുമാനിക്കുമെന്ന് വിവരം. മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതും വൈകും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ നടത്തിപ്പിന് സർക്കാർ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടും. ഇരു സഭകളുടെയും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റികളുടെ യോഗങ്ങളും ഇന്ന് നടക്കും. കരാർ കാലാവധി അവസാനിച്ചിട്ടും കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ല. അർജന്റീന ടീമിന്റെ മത്സരത്തിനായി നൽകിയ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാക്കി. സ്റ്റേഡിയം ഇന്ന് GCDAക്ക് കൈമാറും. സ്റ്റേഡിയം ഇന്ന് കൈമാറുന്നത് സ്പോൺസറും SKFും GCDAയും തമ്മിലുള്ള കരാർ പ്രകാരം. സംസ്ഥാനത്ത് മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. വയനാട് ജില്ലാ പഞ്ചായത്തിലെ LDF പ്രകടന പത്രിക പുറത്തിറക്കി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയത്ത് 7 വിമത സ്ഥാനാർത്ഥികളെ പുറത്താക്കി BJP. നടപടിയെടുത്തത് കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. പത്തനംതിട്ടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മേൽ കരിയോയിൽ ഒഴിച്ചു. ആക്രമണമുണ്ടായത് പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്ത് 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ബിജു വർഗീസിന് നേരെ. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള BRC തുറവൂരിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി പാർക്കിൽ സംഗീത സദസ്സ് നടത്തി. BRC അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള സംഗീത കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളും രക്ഷകർത്താക്കളും BRC സ്റ്റാഫുകളും പരിപാടിയുടെ ഭാഗമായി. കാസർഗോഡ് കൂണിച്ചാൽ മാനടുക്കം പാടിയിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. ആർക്കും പരിക്കില്ല. വാഹനം പൂർണ്ണമായി തകർന്നു. പുണെയിൽ വെച്ച് നടന്ന നാഷണൽ സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ തിരുവനന്തപുരം സ്വദേശികൾക്ക് വിജയം. തിരുവനന്തപുരം നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ബ്ലസൻ ബിജു, അനസ് മാലിക്, ഫെസ്റ്റി ഫ്രാൻസിസ് എന്നിവർക്കാണ് നേട്ടം. കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖരന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമം. റവന്യൂ ഉദ്യോഗസ്ഥരോട് വ്യാപകമായി വ്യാജ അക്കൗണ്ടിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു. സൈബർ പോലീസിന് പരാതി നൽകി ജില്ലാ കളക്ടർ. മലപ്പുറം ഒതുക്കങ്ങൽ കുഴിപ്പുറം റോഡിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് നെട്ടിച്ചാടി സ്വദേശി മൊയ്തീൻകുട്ടി. പാലക്കാട് മലമ്പുഴയിൽ പുലിയിറങ്ങി. സ്കൂളിന് സമീപത്തെ മതിലിൽ പുലിയെ കണ്ടത് ഇന്നലെ രാത്രി 11 മണിയോടെ. തിരുവനന്തപുരം പൊന്മുടി ടൂറിസം പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചു. നെയ്യാറ്റിൻകര വിമലഹൃദയ ഹൈസ്കൂളിലെയും ഉണ്ടൻകോട് സെന്റ് ജോൺസ് ഹൈസ്കൂളിലെയും SPC വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിപിൻ ചന്ദ്രൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. 400-ലേറെ ദിവസം നീണ്ട മുനമ്പം ഭൂസമരം ഇന്ന് അവസാനിപ്പിക്കും. സമരം അവസാനിപ്പിക്കുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെ മന്ത്രിമാരായ P. രാജീവും K. രാജനും ഇന്ന് സമരപന്തലിൽ എത്തും. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ആത്മഹത്യ ചെയ്ത CAയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ച DYSP A. ഉമേഷ് അവധിയിൽ. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് DYSP A. ഉമേഷ്. കോഴിക്കോട് വെങ്ങാലിയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണമെന്ന് ഡോക്ടർ ശശി തരൂർ MP. കോൺഗ്രസിന്റെ മുഖമാകുമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയക്കാരനായി തുടരും എന്നായിരുന്നു തരൂരിന്റെ മറുപടി. കൊല്ലം ചിതറയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിക്ക് വധഭീഷണിയെന്ന് പരാതി. ചിതറ പഞ്ചായത്തിലെ ഐരക്കുഴി വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാലിനിക്കാണ് ഭീഷണി. CPIM ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം.
കാരയ്ക്കൽ എക്സ്പ്രസിൽ മദ്യപ സംഘത്തിന്റെ ശല്യം നേരിട്ട യാത്രക്കാരുടെ പരാതിയിൽ ഇടപെടാതെ പാലക്കാട് RPF. മലയാളി യാത്രക്കാർക്ക് സഹായവുമായി എത്തിയത് കോയമ്പത്തൂർ RPF ആണ്. ഇനി പ്രധാന അറിയിപ്പുകൾ. ഡിസംബർ 3 തിരുവനന്തപുരത്ത് നടക്കുന്ന ദേശീയ നാവിക ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കാൻ KSRTC ബജറ്റ് ടൂറിസം സെൽ. തിരുവനന്തപുരത്ത് ശംഖുമുഖം മുതൽ വേളി വരെയുള്ള കടൽത്തീരത്താണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. പ്രവേശനം അനുമതിയോടുകൂടി മാത്രം. കണ്ണൂർ ജില്ലയിൽ കന്നുകാലികൾക്ക് നൽകുന്ന ചർമ്മമുഴ കുളമ്പുരോഗ പ്രതിരോധ വാക്സിൻ അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും. ജില്ലയിലെ 70,000-ഓളം വരുന്ന കന്നുകാലികൾക്ക് നൽകുന്ന സൗജന്യ വാക്സിനാണ് ഇത്. തൃശൂർ പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHC വിഭാഗത്തിൽ ഹിസ്റ്ററി അധ്യാപക ഒഴിവുണ്ട്. കൂടിക്കാഴ്ച ഡിസംബർ 2 നടക്കും. ക്രിസ്മസിനോടനുബന്ധിച്ച് ചെടിച്ചട്ടികളിൽ നട്ടുവളർത്തിയ ക്രിസ്മസ് ട്രീകൾ വിൽക്കാനൊരുങ്ങി കൃഷിവകുപ്പ്. പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. കൃഷിവകുപ്പിന് കീഴിലുള്ള വിവിധ ഫാമുകളിലൂടെയാണ് വിൽപ്പന. കോട്ടയം മീനച്ചിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ഡിസംബർ 1 സൗജന്യ നിയമസഹായ ക്ലിനിക് സംഘടിപ്പിക്കും. പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി പരാതി നൽകാം. അഭിഭാഷകന്റെ സൗജന്യ സേവനവും ലഭ്യമാകും. ആലപ്പുഴ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ-19 ജില്ലാ ക്രിക്കറ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ ട്രയൽസ് നടത്തുന്നു. താൽപര്യമുള്ളവർ ഡിസംബർ 3 രാവിലെ 9 മണിക്ക് ആലപ്പുഴ ST കോളേജ് ഗ്രൗണ്ടിലെത്തണം. പാലക്കാട് ലക്കിടി റെയിൽവേ ഗേറ്റ് ഡിസംബർ 3 രാവിലെ 6 മുതൽ 4 വൈകിട്ട് 6 മണി വരെ അടച്ചിടും. ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ലക്കിടി, മായന്നൂർ, തിരുവല്ലാമല എന്നീ വഴികൾ ഉപയോഗിക്കണം. മലപ്പുറം ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഡിസംബർ 4 മുയൽ വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. 0494-296-296 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാം. വയനാട് നടവയൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 25 മുതൽ ജനുവരി 1 വരെ ദർശന വിപണനമേള സംഘടിപ്പിക്കും. ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ള ഇയർ ഓഫ് എന്റർപ്രൈസസ് സംരംഭങ്ങൾക്കാണ് മുൻഗണന. ആലപ്പുഴ നങ്ങ്യാർകുളങ്ങര YMCAയുടെയും പരുമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ക്യാമ്പ് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ മുട്ടം മാർത്തോമ പള്ളി അങ്കണത്തിൽ നടക്കും. നോക്കാം ദേശീയ വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 2 പേരെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് ആസിഫ്, നാസ കമാൽ എന്നിവർ അറസ്റ്റിലായത് ഉത്തരാഖണ്ഡിലെ ബൻഫുൽപുരയിൽ നിന്ന്. ഡൽഹിയിൽ ചെരുപ്പ് കടയിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ ചെന്നായുടെ ആക്രമണത്തിൽ 5 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. ആക്രമണം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ. ഡൽഹിക്ക് പിന്നാലെ മുംബൈയിലെയും വായു ഗുണനിലവാരം വഷളാകുന്നതായി റിപ്പോർട്ടുകൾ. ഒടുവിൽ പുറത്തുവിട്ട വായു ഗുണനിലവാര സൂചിക ഉയർന്ന നിലയിൽ. സർക്കാർ നടപടികൾ പരാജയമെന്ന് പ്രതിപക്ഷം. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് പെൺസുഹൃത്തിന് 26-കാരൻ വെടിവെച്ച് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് സംഭവം. കൊല്ലപ്പെട്ടത് അംറോഹ സ്വദേശി സോനു. പ്രതി ബീഹാർ സ്വദേശി കൃഷ്ണ ഒളിവിലാണ്. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ നിയമസഭാ കക്ഷി നേതാവായി തേജസ്വി യാദവിനെ തെരഞ്ഞെടുത്തു. തേജസ്വിയുടെ നേതൃത്വത്തിൽ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ യോഗത്തിൽ ധാരണ. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കും. മുതിർന്ന മാവോയിസ്റ്റ് വികാസ് നാഗ്പുരെ കീഴടങ്ങി. വികാസ് നാഗ്പുരയ്ക്കൊപ്പം മറ്റ് 10 മാവോയിസ്റ്റുകൾ മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളി പോലീസിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് മേഖലയുടെ നേതാവായിരുന്നു വികാസ് നാഗ്പുരെ. അനധികൃത ആഫ്രിക്കൻ മുഷി കൃഷിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് മഹാരാഷ്ട്ര മത്സ്യവകുപ്പ്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ 2.4 ടൺ മത്സ്യം പിടിച്ചെടുത്തു. നടപടി ഉജാനി റിസർവോയറിൽ നടന്ന അനധികൃത ആഫ്രിക്കൻ മുഷി കൃഷിക്കെതിരെ. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒഴിവന്ന 12 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. മത്സരരംഗത്ത് ആകെ 53 സ്ഥാനാർത്ഥികൾ. ആം ആദ്മി പാർട്ടി, BJP, കോൺഗ്രസ് പാർട്ടികൾ തമ്മിൽ ശക്തമായ മത്സരം. ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആം ആദ്മി പാർട്ടി നേതാവും 2 തവണ MLAയുമായ രാജേഷ് ഗുപ്ത BJPയിൽ ചേർന്നു. BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവിയുടെ നേതൃത്വത്തിൽ രാജേഷ് ഗുപ്തയെ സ്വീകരിച്ചു. പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന വസ്തുക്കളായി കണക്കാക്കുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാളെന്ന് രാജേഷ് ഗുപ്ത. പശ്ചിമബംഗാളിൽ രാജ്ഭവന്റെ പേര് മാറ്റി ഗവർണർ CV ആനന്ദബോസ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ലോക് ഭവൻ എന്ന പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു.
മുംബൈയിൽ SBI കേന്ദ്രീകരിച്ച് നടന്ന വാഹന വായ്പാ തട്ടിപ്പിൽ ED നടപടി. വീടുകളിലും ഓഫീസുകളിലും നടത്തിയ പരിശോധനയിൽ BMW, ബെൻസ് ഉൾപ്പെടെ നിരവധി ആഡംബര വാഹനങ്ങൾ പിടികൂടി. ന്യൂ ബോംബെ കൾച്ചറൽ സെന്ററിന്റെ 33ാം വാർഷികാഘോഷം ഇന്ന് നടക്കും. മഹാരാഷ്ട്ര വനമന്ത്രി ഗണേഷ് നായിക് ഉദ്ഘാടനം ചെയ്യും. നടൻ പ്രേംകുമാറാണ് മുഖ്യാതിഥി. വിവിധ പകർച്ചവ്യാധികളെ മുൻകൂട്ടി പ്രവചിക്കാനും പ്രതിരോധിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും തത്സമയ ഡേറ്റ അനലിസ്റ്റിക്സിന്റെയും സാധ്യതകളെ ഉപയോഗിക്കാൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ വ്യാപനം തടയാൻ കഴിയുമെന്ന് പ്രതീക്ഷ. ഇനി രാജ്യാന്തര വാർത്തകൾ. കരിങ്കടലിൽ റഷ്യൻ ഓയിൽ ടാങ്കറിന് ഡ്രോൺ ആക്രമണത്തിൽ തീപിടിച്ചു. ആക്രമണം വിരാട് എന്ന കപ്പലിന് നേരെ. ആക്രമണത്തിന് പിന്നിൽ യുക്രൈൻ എന്ന് റഷ്യ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ കരുതൽ ശേഖരത്തിലുണ്ടായിരുന്ന സ്വർണ്ണം വിറ്റഴിക്കാൻ റഷ്യൻ കേന്ദ്ര ബാങ്ക്. സ്വർണ്ണം വിറ്റഴിക്കാനുള്ള തീരുമാനം റഷ്യയുടെ ചരിത്രത്തിൽ ആദ്യം. തീരുമാനത്തിന് പിന്നിൽ ബജറ്റ് കമ്മിയും റൂബിളിന്റെ വില തകർച്ച. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി ചർച്ച ചെയ്യാൻ യുക്രൈൻ സംഘം യുഎസിലേക്ക് പുറപ്പെട്ടതായി പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കി. യുക്രൈന്റെ ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി റസ്റ്റം ഉമറോവാണ് പ്രതിനിധി സംഘത്തിന്റെ തലവനെന്നും വൊളോദിമർ സെലൻസ്കി. യുക്രൈൻ തലസ്ഥാനമായ കീവിലും പരിസര പ്രദേശങ്ങളിലും റഷ്യൻ മിസൈൽ ആക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്ക്. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേലി ഡ്രോൺ ആക്രമണം. 2 പലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീനിൽ മരിച്ചവരുടെ എണ്ണം 70,000 കടന്നു. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. 200-ലധികം പലസ്തീനികൾക്ക് പരിക്ക്. 78 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റെഡ് ക്രസന്റ് സൊസൈറ്റി. ടുണീഷ്യയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നയിച്ച പ്രതിപക്ഷ നേതാവ് ചൈമ ഇസ അറസ്റ്റിൽ. പ്രസിഡന്റ് കെ സയ്യിദിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി എന്നാരോപിച്ചാണ് അറസ്റ്റ്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ബാങ്ക് ലോക്കറിൽ നിന്ന് 10 കിലോ സ്വർണം കണ്ടെടുത്തതായി അഴിമതി വിരുദ്ധ അധികൃതർ. പിടിച്ചെടുത്തത് 11.5 കോടി ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന സ്വർണം. സെപ്റ്റംബറിൽ പിടിച്ചെടുത്ത ലോക്കറുകൾ ഇപ്പോഴാണ് വിശദമായി പരിശോധിക്കുന്നതെന്ന് നാഷണൽ ബോർഡ് ഓഫ് റവന്യൂ ഉദ്യോഗസ്ഥർ. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷനുമായ ഖാലിദ സിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഖാലിദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയത്തിലും ശ്വാസകോശത്തിലും ഉണ്ടായ അണുബാധയെ തുടർന്ന്. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ കൌൺസിലിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഇന്ത്യ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് അന്താരാഷ്ട്ര സമുദ്രമാർഗ വ്യാപാരത്തിൽ താൽപര്യമുള്ള 10 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 303ആയി. മരണസംഖ്യ ഉയരാൻ സാധ്യത. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വിവാഹിതനായി. അധികാരത്തിലിരിക്കെ വിവാഹം കഴിക്കുന്ന ആദ്യ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് അൽബനീസ്. ജോഡി ഹൈഡനുമായുള്ള വിവാഹം നടന്നത് ഔദ്യോഗിക വസതിയായ ഡലോഡ്ജിൽ. വെനസ്വേലയുടെ വ്യോമമേഖല അടച്ചതായി കണക്കാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യോമമേഖല അടച്ചതായി കണക്കാക്കാൻ രാജ്യാന്തര വിമാന കമ്പനികളോട് ട്രംപ് ആവശ്യപ്പെട്ടു. ട്രംപിന്റെ മുന്നറിയിപ്പ് ലഹരിക്കടത്ത് ആരോപിച്ച് വെനസ്വേലയ്ക്കെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിക്ക് പിന്നാലെ. ഫ്രാൻസിൽ ഒച്ചുമോഷണം. എസ്കാർഗോഡ് റെഡ് ഹാൻഡ് ഫാമിൽ നിന്ന് 90 ലക്ഷം രൂപ വിലമതിക്കുന്ന ശീതീകരിച്ച ഒച്ചുകളെ നഷ്ടപ്പെട്ടു. മോഷ്ടിക്കപ്പെട്ടത് റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കിയ 450 കിലോ ഒച്ചിനെ. ജപ്പാന്റെ ചാന്ദ്ര പര്യവേഷണ ദൌത്യമായ മൂൺ നെക്സ്റ്റ് വിജയകരം. മൂൺ നെക്സ്റ്റ് പദ്ധതി ലക്ഷ്യമിടുന്നത് ചന്ദ്രനിലെ മണ്ണിന്റെ ഘടന, ഉപരിതല താപനില വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം. എല്ലാ ദിശാസൂചിക പ്രവർത്തനങ്ങളിലും ജെമിനി അസിസ്റ്റന്റിന്റെ ഉപയോഗം സാധ്യമാക്കി ഗൂഗിൾ മാപ്പ്. ഡ്രൈവിംഗിലും നടത്തത്തിലും സൈക്ലിംഗിലും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. സാധാരണ നാവിഗേഷൻ സംവിധാനങ്ങൾക്കപ്പുറം സംഭാഷണങ്ങളിലൂടെ ആശയവിനിമയം സാധ്യമാക്കുന്നതാണ് പുതിയ സംവിധാനം. ആഡംബര കാറുകൾ റെയ്ഡിലൂടെ പിടിച്ചെടുത്തിയിടി. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വ്യാജരേഖകൾ ഉണ്ടാക്കി വൻ വിലയുള്ള കാറുകൾ സ്വന്തമാക്കിയെന്നാണ് കേസ്. AI വികസനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ആമസോൺ ജീവനക്കാരുടെ തുറന്ന കത്തയച്ചത് AI ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കൂട്ടപ്പിരിച്ചുവിടൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന്. ചെലവ് ചുരുക്കലിന് സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ അത് ജനാധിപത്യത്തിനും തൊഴിലിനും ഭൂമിക്കും നാശമുണ്ടാക്കുമെന്ന് കത്തിൽ. ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം ഉയർത്തിയ റേറ്റിംഗ് ഏജൻസി ക്രിസിൽ. 2026 വർഷത്തിൽ GDP 7% പ്രവചനം. 6.5% വളർച്ച നേടുമെന്നായിരുന്നു മുൻ പ്രവചനം. രണ്ടാം പാത GDPയിലെ കുതിച്ചുചാട്ടം ഉൾപ്പെടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്ന് വിലയിരുത്തൽ. ADBയും ഇന്ത്യൻ സർക്കാരും തമ്മിൽ $800 മില്യൺ വായ്പയ്ക്ക് കരാറായി. വായ്പയെടുക്കുന്നത് 3 സംസ്ഥാനങ്ങളിലെ വികസന പദ്ധതികൾക്ക്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് വായ്പയുടെ ഗുണം ലഭ്യമാകും.
സാങ്കേതിക തകരാർ മൂലമുണ്ടായ ഫ്ലൈറ്റ് തടസ്സത്തിന് ക്ഷമ ചോദിച്ച് എയർബസ് സിഇഒ. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മൂലം എയർബസ് A320 വിമാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതിനാണ് സിഇഒ ഗിലും ഫവറിയുടെ ഖേദപ്രകടനം. യാത്രക്കാർക്കും വിമാന കമ്പനികൾക്കും ഉണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിച്ച് പോസ്റ്റ്. കായിക വാർത്തകൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചയ്ക്ക് 1:30 റാഞ്ചിയിലാണ് ആദ്യ മത്സരം. പരിക്കേറ്റ ഗില്ലിന് പകരം KL രാഹുലാണ് ടീമിനെ നയിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നാടകീയ ജയം. ലീഡ്സിനെ 2-3 ഗോളിന് തോൽപ്പിച്ചു. ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് ജയം. അലാവസിനെ 1-3 ഗോളിന് തകർത്തു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് ലണ്ടൻ ഡെർബി. ആഴ്സണൽ ചെൽസി സൂപ്പർ പോരാട്ടം രാത്രി 10 മണിക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പൻ പോരാട്ടങ്ങൾ. വൈകിട്ട് 5:30 നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിനെയും, രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ലിവർപൂൾ വെസ്റ്റ് ഹാമിനെയും നേരിടും. സ്പാനിഷ് ലീഗിൽ 1-ാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ റയൽ മാഡ്രിഡ്. ജിറോണയ്ക്കെതിരായ മത്സരം നാളെ പുലർച്ചെ 1:30. ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് തിരിച്ചടി. പരിക്കിനെ തുടർന്ന് പേസ് ബൌളർ മാർക്ക് വുഡ് 2-ാം ടെസ്റ്റിൽ കളിച്ചേക്കില്ല. ഹാർദിക് പാണ്ഡ്യ പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരുന്നു. സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബറോഡ ടീമിൽ ഹാർദിക് 3 മത്സരങ്ങൾ കളിക്കും. അണ്ടർ 23 വനിതാ 2020 ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 2ാം തോൽവി. പഞ്ചാബ് 4 വിക്കറ്റിനാണ് കേരളത്തെ തോൽപ്പിച്ചത്. 101 റൺസ് വിജയലക്ഷ്യം. 2 ബോൾ ശേഷിക്കെ മറികടന്നു. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. റൗണ്ട് റോബിൻ മത്സരത്തിൽ കാനഡയെ തകർത്തു. ഫൈനലിൽ എതിരാളികൾ ബെൽജിയം. മീര വാസുദേവ്, ആതിര പട്ടേൽ, ധ്യാൻ ശ്രീനിവാസ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളാക്കി രാജേഷ് അമനകര സംവിധാനം ചെയ്യുന്ന കല്യാണ മരത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. പാല, തൊടുപുഴ, മുളന്തുരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ചിത്രീകരണം. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നിരൂപക പ്രശംസ നേടി ആസിഫ് അലി ചിത്രം സർക്കിഡ്. മികച്ച ബാലതാരത്തിനുള്ള സ്പെഷ്യൽ ജൂറി പരാമർശം സ്വന്തമാക്കി ബാലതാരം ഓർഹാൻ. ഹണി റോസ് പ്രധാന കഥാപാത്രമായി എത്തുന്ന റേച്ചൽ സിനിമയുടെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്ന റോഷൻ ബഷീറിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെ ചുമട്ടുതൊഴിലാളിയായ ശ്രീനാഥ് സ്റ്റേഷനിലെ സൗജന്യ വൈഫൈ ഉപയോഗിച്ച് പഠിച്ച IAS നേടിയെന്ന പ്രചാരണം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. എന്നാൽ ഇത് വ്യാജ പ്രചാരണമാണ്. ശ്രീനാഥ് ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ആത്മനിർഭർ ഭാരത് ക്യാമ്പയിൻ രാജ്യമെമ്പാടും അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ. 2ാം പാദത്തിൽ GDP 8.2% വളർന്നു. ഇത് ശ്രദ്ധേയമായ വളർച്ചയെന്നും കേന്ദ്രമന്ത്രി. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ചെന്നൈയിലേക്ക് NDRFന്റെ 5 ടീമുകളെ സജ്ജരാക്കി. സംഘം എത്തുന്നത് ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന്. രാജസ്ഥാനിൽ വ്യാജ നോട്ട് വിൽപ്പനക്കാരെ പിടികൂടി. 3 കാറുകളും 5 മൊബൈൽ ഫോണുകളും 40 സിം കാർഡുകളും പിടിച്ചെടുത്തു. മധ്യപ്രദേശിൽ BLOമാർക്ക് നേരെ ആക്രമണം. 3 പേർ വാഹനവ്യൂഹത്തെ പിന്തുടരുകയും കാറുകൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു. തായ്ലൻഡ് വിദേശകാര്യമന്ത്രി സിഹാസക് ഫുവാങ്കിറ്റ്കിയോ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണ് ഇത്. ഇപ്പോൾ കിട്ടിയത്. തലസ്ഥാനമായ ടുണീഷ്യയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പ്രമുഖ പ്രതിപക്ഷ നേതാവ് ചൈമ ഇസ്റ്റയെ ടുണീഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രസിഡന്റ് കൈസ് സയ്യിദിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിന് പ്രതിപക്ഷ നേതാക്കൾ, ബിസിനസ്സുകാർ, അഭിഭാഷകർ എന്നിവർക്ക് 45 വർഷം വരെ തടവ് ശിക്ഷ അപ്പീൽ കോടതി വിധിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം. തുർക്കിയിൽ സന്ദർശനം തുടർന്ന് ലിയോ 14 മാർപ്പാപ്പ ഇസ്താംബൂളിലെ പ്രശസ്തമായ ബ്ലൂ മോസ്ക് സന്ദർശിച്ചു. കത്തോലിക്ക സഭയുടെ നേതാവെന്ന നിലയിൽ ഒരു മുസ്ലിം ആരാധനാലയത്തിലേക്കുള്ള ആദ്യ സന്ദർശനമാണ് ഇത്.